ഹലോ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിരിക്കുന്നോ? ഞങ്ങളിന്ന് ഋതുവിൻ്റെ സ്കൂളിലെ വിൻ്റർ കാർണിവലിന് പോവാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ ദുബായിൽ ജെംസ് ലെഗസി സ്കൂളിലാണ് കേട്ടോ ഋതു പഠിക്കുന്നത്. അപ്പോൾ അവരുടെ സ്കൂളിൽ ഈ ഒരു വിൻ്റർ കാർണിവലിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് ദുബായ് കെയർസിൻ്റെ അഡോപ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈവനിങ് 4 to 10 ആയിരുന്നു കാർണിവലിൻ്റെ ടൈം ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 5:36 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഋതുവൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. 4 o'clock തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്താനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു 6 ഒക്കെ ആയപ്പോഴേക്കാണ് എത്തിയത്. ഇവിടെ കുറേ ഗെയിംസും അതുപോലെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇത് അറിയായിരുന്നു കേട്ടോ. ഇവർ കുട്ടികളെല്ലാം ഫ്രണ്ട്സ് എല്ലാം ഒരേ സമയത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഗെയിംസാണ് കേട്ടോ. ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ടായിരുന്നു. അതിനവർ ചെറിയ ചെറിയ പ്രൈസും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കളിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെല്ലാം ടിക്കറ്റഡ് ആണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് കൂപ്പൺ എടുക്കണം. കൂപ്പൺ എടുത്തിട്ടാണ് ഈ ഗെയിംസൊക്കെ കളിക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയൊരു എൻട്രി ഫീയും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫണ്ട് റേസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ കുട്ടികളെല്ലാം ക്ലാസ്സിൽ നിന്നും ചെറിയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെൻസിൽസ്, സീഡ്സ്, പ്ലാന്റ്സ്, അങ്ങനത്തെയൊക്കെ. എല്ലാ കുട്ടികളും അവിടെ ഓടി നടന്ന് ഗെയിം കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും കാർണിവൽസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇവൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര വലിയ യൂത്ത് ഫെസ്റ്റിവൽസും അങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒന്നും കുറവാണ്. ആനുവൽ ഡേ മാത്രമേ ഇവരുടെ ഡാൻസൊക്കെ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇവൻറ്റ്സൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് ഇതെല്ലാം ചെയ്യാനും ഇങ്ങനെ പ്രോഗ്രാംസിന് പങ്കെടുക്കാനും ഒക്കെ കേട്ടോ. സ്കൂളിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് തന്നെയാണ് കേട്ടോ ഈ ഗെയിംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യണത്. ഈ ഗെയിമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പുറകിൽ നിന്ന് ഇതുപോലെ ഫേസ് ഉണ്ടാക്കുന്ന ഐസും നോസും ഒക്കെ വെച്ചിട്ട് ഫേസ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗെയിംസാണ് എല്ലാം. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവന്നത് വേർത്താണെന്ന് എനിക്ക് തോന്നി. ഒരു ചെറിയ എൻട്രി ഫീ, അതുപോലെ ഇതൊരു നല്ലൊരു കോസിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണല്ലോ അവർ ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന ആ ഒരു ചെറിയ ഫണ്ട് നമ്മുടെ രീതിയിലും കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. കുട്ടികൾക്കും ഒരു രസമാണ്. കുട്ടികളെയും അവരങ്ങനെ വെറുതെ ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ കുട്ടി കുട്ടി ഗെയിംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ വളയമേറൊക്കെയാണത്. കാര്യം കുട്ടികൾക്കുള്ളതാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് കയറി കളിക്കാൻ തോന്നും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിംസ് മാത്രമല്ല കേട്ടോ, അവിടെ കുറേ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 9 മണി ആയപ്പോഴേക്കൊക്കെ ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു സ്കൂളുകാർ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല റഷായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെയും അതുപോലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 hours നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു 9-9:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പോന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.